ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടോ, താൻ പേടിക്കൊന്നും വേണ്ട. മുത്തശ്ശിയുടെ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് വിളിച്ചു പറയുന്ന ഇതൊക്കെ. ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മേ, എവിടെ അമ്മേ? എവിടെ അമ്മേ? എവിടെ അമ്മ പറഞ്ഞ ഓട്ടോക്കാരൻ? അവനിവിടെ ഉണ്ടായിരുന്നു. അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്താ അവന്റെ പേര്? അവന്റെ പേര് മണികണ്ഠൻ എന്നാ. ഏത് മണികണ്ഠൻ? എടാ, ഞാൻ അവനെ കവലയിൽ ഓട്ടോ ഓടിക്കുന്നതേ കണ്ടിട്ടുള്ളൂ. അവൻ ആ കവലയിൽ തന്നെ ഉണ്ടാവും. എടാ, അവനെ കണ്ടാ എനിക്ക് തിരിച്ചറിയാം. ദേവ, യശോദേ, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണം. നമുക്ക് പോയി പ്രിയങ്ക മോളെ കണ്ടുപിടിക്കണം. എന്താ ചെയ്യാ? സുകുമാരി, പ്രിയങ്ക നഷ്ടപ്പെട്ട മാനസിക വിഭ്രാന്തിയാ ഇതല്ല. എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്ക്. മാനസിക വിഭ്രാന്തി എന്ന് വെച്ചാ ഭ്രാന്തല്ലേ? അതെ, നിങ്ങൾക്ക് അതല്ലേ അമ്മേ? എന്നാൽ ഈ ഓട്ടോക്കാരൻ എവിടെ പോയി? എടാ മുരുക, മുരുക! മുരുകനോ? ഓട്ടോക്കാരന്റെ പേര് മണികണ്ഠൻ എന്നല്ലേ പറഞ്ഞത്? ഓ, എടാ, മണികണ്ഠനായാലും മുരുകനായാലും ഓട്ടോക്കാരനല്ലേ? തിരുമേനി, എന്താ ചെയ്യുക? മുഹൂർത്തത്തിന് തന്നെ വിവാഹം നടത്താതിരിക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാരും കൂട്ടി അകത്തേക്ക് എന്നോളൂ. ഞാൻ ഇപ്പൊ വരാം. എല്ലാവരും അകത്തേക്ക് ചെല്ലുക. നടക്കുക. അതെ, എന്താ നോക്കി നിൽക്കുന്നേ? അകത്തേക്ക് നടക്കാൻ പറഞ്ഞില്ലേ? ദേവാ, യശോദേ, അമ്മ പറയുന്ന ഒന്ന് വിശ്വസിക്കടാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ പിന്നാലെ ഓടി നോക്കി മോനെ. അവളെന്റെ കൺമുമ്പിൽ ഇത് പോയി. അമ്മേ, ഇങ്ങനൊന്നും പറയില്ലേ അമ്മേ. എടാ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ഈ കല്യാണം മുടങ്ങണം. വരുൺ പ്രിയങ്കയുടെ ഭർത്താവാ. അവന്റെ കല്യാണം വേറെ നടക്കാൻ പാടില്ല. ഞാനിത് മുടക്കും. അയ്യോ അമ്മേ. അമ്മേ, വരുണിന്റെയും രാധികയുടെയും ആഗ്രഹങ്ങൾ തടയാൻ അമ്മ എന്ത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. ഇത് ഞാൻ എന്റെ മകൾക്ക് കൊടുത്ത വാക്കാ. അവരുടെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. ഓ ഇല്ല, ഞാൻ സമ്മതിക്കില്ല.